നമുക്ക് വെറൈറ്റി ഒരു ചില്ലി ചിക്കൻ റോൾ ഉണ്ടാക്കില്ല, ക്യാബേജ് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ക്യാബേജ്, അതിനായിട്ട് ക്യാബേജിൻ്റെ ഇല ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് അടർത്തിയെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കത്തി കൊണ്ട് കളഞ്ഞതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് 2 സെക്കൻഡ് നമ്മളെ ഇലകളെല്ലാം ഇട്ട് വെക്കുക. പിന്നീട് നമുക്കൊരു പാൻ എടുത്ത് ചെറിയ ചെറിയ ചിക്കൻ കഷ്ണം, ചിക്കൻ ഇതിന് ഞാൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബൗള്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും അതിൻ്റെ അകത്ത് കിടന്ന് ഫ്രൈ ആവുന്ന സമയം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. അതും വഴണ്ട് വരാകുമ്പോഴത്തേനും നമുക്ക് 1/4 ടീസ്പൂൺ സോയാ സോസും 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. പതുക്കെ തീരത് വരണ്ട് വരുമ്പോഴത്തേനും നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കാണിക്കാൻ ഇതിനകത്ത് വിട്ടുപോയതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഗ്രേവി തിക്കായിട്ട് അത് ഫ്രൈ ഒരു ചില്ലി ചിക്കൻ്റെ ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. മൈദയും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിക്ക് ബാറ്ററാണ് വേണ്ടത്. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിക്കായിട്ട് അതിനെ കുഴച്ചെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഈ ഇലയെടുത്ത് ക്യാബേജിൻ്റെ ഇലയെടുത്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചില്ലി ചിക്കൻ്റെ കുറേശ്ശെയായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് 2 വശം ഇതുപോലെ അടച്ച് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കറിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അത് ഓരോ ക്യാബേജിൻ്റെ റോളും എടുത്ത് നമുക്ക് ഈ ബാറ്ററി മുക്കി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ചും അതിൻ്റെ 2 സൈഡും നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കണം. അതേ ഉള്ളൂ ആകെ പണി ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്യുക എല്ലാവരും.